ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നെല്ലിക്കയും ചോറും വെച്ചിട്ട് നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനൊരു ഇതുപോലത്തെ ഒരു 7 നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നെല്ലിക്ക അല്ലേ, ഇതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 കപ്പ് ചോറാണ് കേട്ടോ. ഇത് ഞാൻ പച്ചരി ചോറാണ് എടുക്കുന്നത്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് പുഴുങ്ങലരിയും എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ കുറച്ച് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് വറ്റൽമുളക് ചേർക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം, ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും നല്ല ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനും. പിന്നെ ടേസ്റ്റുമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലതുമാണല്ലോ, നെല്ലിക്ക നല്ല കാൽഷ്യമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വിടാനും നമ്മൾ ഓഫീസിൽ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കാനും ഒക്കെ നല്ല അടിപൊളി ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ നല്ല കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കാൽഷ്യം, നമ്മൾ ഇങ്ങനെ ശരീര വേദനയൊക്കെ ഉണ്ടാവില്ല, ജോയിൻറ്റ് പെയിൻ അങ്ങനെയുള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ വഴറ്റണം കേട്ടോ. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ, പെട്ടെന്ന് നമുക്ക് അടിക്ക് പിടിക്കും. ഓയിൽ കുറച്ച് ചേർക്കാവും, നെയ്യ് ചേർത്തും ചെയ്യാം കേട്ടോ. ഇത് പച്ചമണമൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായി നമ്മുടെ വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ലഞ്ച് ഉണ്ടാക്കാം കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. നമുക്കെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളെ നെല്ലിക്ക ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നെല്ലിക്കക്ക് ഉസിരിക്കായ എന്നാ പറയുക കേട്ടോ. അങ്ങനെ നെല്ലിക്ക റൈസ് റെഡിയായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മളുടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതിൽ നമുക്ക് കടലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ, ഉണ്ടാക്കാൻ പറ്റും. കടലയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ കടുക് വറുത്തിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മളെ അടിപൊളി നെല്ലിക്ക റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല
കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെല്ലിക്ക റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സർവിങ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.